ഹായ് ഗൈസ്, അങ്ങനെ എൻ്റെ ഇന്നത്തെ ഒരു പുതിയൊരു വ്ളോഗായിട്ട് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ ഡൗൺ ടൗണിലേക്ക് ഇറങ്ങി. അതായത് ഇതുവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് വിൻ്ററൊക്കെ ആയതുകൊണ്ട് സ്നോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വിൻ്ററൊക്കെ മാറി ചെറുതായിട്ട് സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിൻ്റർ ആകുമ്പോഴത്തേക്ക് ഫുള്ള് ബേഡ്സും പിന്നെ ഇവിടെ കാണത്തില്ല. ഇവിടെ എവിടെ നോക്കിയാലും ബേഡ്സോ കാര്യങ്ങളൊന്നും കാണത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ പലയിടത്തായിട്ട് ബേഡ്സും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത്. അപ്പം ഇവിടെയൊക്കെ അത്യാവശ്യം സ്നോ ഒക്കെ മാറി. പക്ഷേ വേണ്ടേ ബാക്കിൽ ആ കിടന്ന ഇത് കണ്ടോ, മൗണ്ടൻ കണ്ടോ, ആ മൗണ്ടനിലേക്ക് കുറച്ചായിട്ട് സ്നോ ഒക്കെ കിടപ്പുണ്ട്. അപ്പം ജസ്റ്റ് ഡൗൺ ടൗണിൽ ഇന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങുന്നത്, അവിടുത്തെ ചെറിയ കുറച്ച് വീഡിയോസൊക്കെ ഇന്ന് ഞാൻ ഇതിൻ്റെ അകത്ത് വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇതേണ്ടേ ഇവിടുത്തെ ഡക്ക് വെള്ളത്തിൽ നിൽക്കുന്നതുണ്ടോ? ഈ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തണുത്ത വെള്ളമാണ്. അതിൻ്റെ അകത്താണ് ഈ താറാവ് കുളിക്കുന്നത് ഉണ്ടോ. പക്ഷെ വാട്ടറൊക്കെ അത്യാവശ്യം നല്ല ഫ്രഷാണ് കേട്ടോ. ഇവിടുത്തെ മൗണ്ടനിലാണല്ലോ ഞാൻ പറഞ്ഞില്ലേ സ്നോ ഒക്കെ ഉണ്ടെന്ന്. ഇവിടെയൊക്കെ സ്നോ എല്ലാം മാറി. ബട്ട് എൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വെസ്റ്റ് കേരളമാണ് ഇപ്പം അത്യാവശ്യം സ്നോ ഉള്ളത്. അപ്പം ഇനിയിപ്പം ഇന്ന് അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉടനെ ഇതെല്ലാം മാറുമെന്ന് തോന്നുന്നു. ഇപ്പം സമ്മറൊക്കെ ആകുമ്പോഴത്തേക്ക് ഓരോരുത്തരും ഇവിടെ കൊണ്ടുവന്ന്, ഇവിടെ അത്യാവശ്യം എല്ലാവർക്കും തന്നെ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ബോട്ടെല്ലാം അത്യാവശ്യം ഇവിടെ ആണ് കൊണ്ടിടുന്നത് ഈ സമ്മർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക്. ഇപ്പം വിൻ്റർ ആയപ്പോഴത്തേക്ക് സ്നോ ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും എടുത്തോണ്ട് പോയി. അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ഫുള്ള് ബോട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ കിടക്കുന്നത്. അപ്പോൾ നമുക്കിനി അത്യാവശ്യം നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു നോക്കാം. വാ. ഇവിടെ പിന്നെ ഇപ്പം വേണ്ട മിക്കവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വേണ്ട ഡോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ വാക്കിങ്ങിനൊക്കെ ഇറങ്ങുന്നത്. ഇവിടെ മിക്കവരുടെ കയ്യിലും ഡോഗ്സ് കാണും. മിക്കവരും വേണ്ട ഇപ്പം ഇവിടെ ഒന്നുണ്ട്, അവിടെ വേണ്ട ഒരെണ്ണം. അങ്ങനെ ഇവിടെ മിക്കവരും ഈവനിങ്ങും കാര്യങ്ങളൊക്കെ വാക്കിങ്ങിന് ഇറങ്ങുന്നത് ഫുൾ ഡോഗ്സൊക്കെ ആയിട്ടായിരിക്കും. അപ്പം വേണ്ട അവിടെ നിന്ന് പറഞ്ഞാൽ വേണ്ട അവിടെ നിന്ന് ഒരു പുള്ളിക്കാരൻ റൺ ചെയ്ത് വരുന്നുണ്ട്. അവരുടെ കയ്യിൽ വേണ്ട ഡോഗ് ഉണ്ട്. It was like a sandy beach and it's under a cave. It's got like graffiti and everything. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡൗൺ ടൗൺ എന്ന് പറയുന്നത്. ഇവിടെ ഡൗൺ ടൗൺ എന്ന് വെച്ചാൽ ഇവിടുത്തെ എല്ലാ സ്ഥലത്തും കാണും ഒരു ഡൗൺ ടൗൺ. അപ്പോൾ ആ ഡൗൺ ടൗണിൽ അത്യാവശ്യം ഷോപ്പും കാര്യങ്ങളും എല്ലാമായിട്ട് ഇച്ചിരി ഒരു ക്രൗഡും കാര്യങ്ങളൊക്കെ കാണുന്നത് ഡൗൺ ടൗണിലായിരിക്കും. അപ്പം നമുക്ക് ഇനി വേണ്ട ഇത് കണ്ടില്ല ഇവിടെ എന്തൊക്കെ ഷോപ്പുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൽ കാണുന്ന എല്ലാ റെസ്റ്റോറൻറ്റും ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളും മാത്രമായിരിക്കും. ഇവിടെ എല്ലാം പാർക്കിംഗ് ഉണ്ട്. നമുക്ക് ഈ സൈഡിലൊക്കെ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണ്ട ഇവിടെ നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഇടുക. നമ്പർ പ്ലേറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എത്ര മണിക്കൂറാണ്, അപ്പോൾ അതിനുള്ള അനുസരിച്ച് നമുക്ക് പാർക്കിങ്ങുള്ള പേ കാണിക്കും. എന്നിട്ട് നമ്മൾ കാർഡ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ടാപ്പ് ചെയ്താൽ മതി. അങ്ങനെയാണ് ഇവിടെ നമുക്ക് പാർക്കിങ്ങിന് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണ് ഇവർ രണ്ട് സൈഡിലും പാർക്ക് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ നമുക്ക് ഫൈൻ കിട്ടും. ഇട്ടൊരു 10 മിനിറ്റുള്ളിൽ നമുക്ക് ഫൈൻ അടിച്ച് നമ്മുടെ വണ്ടിയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാകും. പിന്നെ നമ്മളത് പേ ചെയ്താൽ മതി. ഇത് കണ്ടോ, ഇതൊക്കെ ഇവിടുത്തെ ലീഗൽ ഷോപ്പാണ്. നമ്മുടെ നാട്ടിലതൊക്കെ ഇല്ലീഗലാണ്, ബട്ട് ഇവിടെയൊക്കെ ലീഗൽ ഷോപ്പാണ്. എന്താണെന്ന് മനസ്സിലായി കാണുമായിരിക്കുമല്ലോ അല്ലേ. അതൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഷോപ്പുണ്ട്. ഇതിൻ്റെയൊക്കെ എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം അതുപോലെ ഈ ഡൗൺ ടൗണിലെന്ന് വെച്ച് കഴിയുമ്പോൾ മൾട്ടി കുസൈനാണ്. ഇപ്പം മൾട്ടി കുസൈൻസ് ഷോപ്പാണ് ഇവിടെ, റെസ്റ്റോറൻ്റാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. അപ്പം നമുക്കിവിടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഏത് ടൈപ്പ് കുസൈനാണെന്ന് കഴിക്കണം, അത് നേരെ കയറുക, ഫുഡ് അടിക്കുക, പോവുക. അതാണ് മെയിൻ കാര്യം. ഇവിടെ ഒരു സൂപ്പർ ബൈക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ല, ഇവിടെ വന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇത്രയും ടൈപ്പ് ബ്രീഡ്സ് ഡോഗ്സിനെ ഇവിടെ കാണുന്നത്. ഇവിടെ മിക്കവരും ഈവനിങ് വാക്കിന് ഇറങ്ങുന്ന കാണാൻ എന്തിനുണ്ടേ. ഇപ്പം ഇവിടെ ഇത് നോക്കി, ഇവിടെ എല്ലാവരും ഡോഗ്സിന് ഭയങ്കര ഇത് കൊടുക്കുന്നതാണ് ഇവിടെ.
അവിടെ നടന്നോ. നമുക്ക് ഇതൊക്കെ ബുക്ക് ഷോപ്പാണ്. ഓരോ വലിയൊരു ലൈബ്രറിയും ബുക്ക് ഷോപ്പും കൂടെയാണ് അകത്ത് കാണുന്നത്. അപ്പം നമുക്കിവിടെ ഇനി ജസ്റ്റ് ഒന്ന് ഫുഡ് അടിക്കാനായിട്ട് കയറാം. നമുക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എമില് റെക്കമെൻഡ് ചെയ്തായിരുന്നു സബ്സിറ്റി ഡൊണയർ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പലയിടത്തും ഫുഡ് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നലെ വന്നപ്പം പറഞ്ഞു ഇതുപോലെ അവിടെ നിന്ന് ഫുഡ് ട്രൈ ചെയ്ത് നോക്കി, നൈസാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നലെ ഞങ്ങൾ നൈറ്റ് വന്നപ്പോഴേക്കും ക്ലോസ് ചെയ്ത് പോയായിരുന്നു. അപ്പം പിന്നെ എന്തെങ്കിലും ഡൗൺ ടൗണിൽ വന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി അവിടെ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പം ഞങ്ങൾ വേണ്ട എമിലി പറഞ്ഞു അല്ലേ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന് കൊള്ളാം. ഞങ്ങൾ വേണ്ട ജസ്റ്റ് പുറത്തിനും റാപ്പും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, സോസ് ഉണ്ട്, വെജീസ് ഉണ്ട്. ഇതെല്ലാം കൂടി വരുന്നതാണ് പുട്ടിൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ നമുക്ക് റാപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് റാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ആൻഡ് ബീഫാണ്. ഫുൾ ഫില്ലിങ് ആയിട്ടുള്ള ഒരു ജംബോ റാപ്പാണ്. അപ്പം എന്താണെങ്കിലും ഒന്ന് കഴിച്ചു നോക്കട്ടെ. കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം. എന്നിട്ട് നമുക്ക് കഴിച്ചു നോക്കിയിട്ട് എന്താണ് കറക്റ്റ് ഫീഡ്ബാക്ക് ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കട്ടെ. ഇതുണ്ടോ ഓരോ മീറ്റിൻ്റെയും നല്ല സൈസുണ്ട്. അതുപോലെ ഉണ്ട് ഫ്രഞ്ച് ഫ്രൈസ്, അപ്പം ശരിക്കും അടിപൊളിയായിരുന്നു. ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ പക്ക സാധനം. ഇതുവരെ നല്ല മീറ്റും വെജീസും ഫ്രഞ്ച് ഫ്രൈസും എല്ലാം പക്ക സാധനം. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു വിഷ്ണു? ഫുഡ് അടിപൊളിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് പലയിടത്തും കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു റാപ്പും ഫുഡിനും ഇതുവരെ കഴിച്ചിട്ടില്ലായിരുന്നു. ഇതൊക്കെ ആയാലും എമിലി പറഞ്ഞ കട സെറ്റായിരുന്നു. ഈ കട ആരും മറക്കണ്ട. നമ്മുടെ ഡൗൺ ടൗണിൽ നമ്മുടെ സ്കോഷ്യ ബാങ്കിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സബ്സ്റ്റീം കടയാണ്. സ്കോഷ്യ ബാങ്ക് എനി ടൈം ഫിറ്റ്നസ് ഇതിന് നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ നമ്മളവിടെ ഫുഡൊക്കെ കഴിച്ച് ഇതേ പതിയെ പുറത്തോട്ട് ഇറങ്ങി. പക്ഷെ ഇവിടെ നല്ല വെയിൽ വെച്ചാൽ നല്ലൊരു തണുപ്പുണ്ട്. അതിനൂടെ അത്യാവശ്യം നല്ലൊരു വെയിലും ഉണ്ട്. നല്ലൊരു ക്ലൈമറ്റ് കേട്ടോ. അത്യാവശ്യം ഇവിടെയൊക്കെ തിരക്കായി തുടങ്ങുന്നു. എവിടെ നോക്കിയാലും ആൾക്കാർ ഡോഗ്സ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെറിയൊരു വ്ളോഗ് ഇവിടെ നിർത്തുക. അപ്പം ഇന്നങ്ങനെ ഡൗൺ ടൗണിലൊക്കെ കറങ്ങി വന്ന് നമ്മളിങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളിനി പതിയെ വീട്ടിലേക്ക് പോവുക. അപ്പം ഇതായിരുന്നു ഇന്നത്തെ ചെറിയൊരു വ്ളോഗ്. അപ്പം വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ കുറേ നാൾ കൂടി ഇപ്പം ഞാൻ ഈ ലാസ്റ്റ് ഡേ ഒരു വീഡിയോ ഇട്ട്, ഇപ്പം ഇന്നും ഒരു വീഡിയോ ഇട്ട്, അങ്ങനെ മാക്സിമം ഇനി കണ്ടിന്യൂസ് ഒരു വീഡിയോ നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.